ഒറാന. എൻ്റെ പേര് വൈനിയോ. 1958 ഐക്കുറ്റാക്കി ദ്വീപിൽ ജനിച്ചു. ഒരു വ്യക്തിയുടെ മൂല്യവർദ്ധനയ്ക്ക് അവരുടെ സംസ്കാരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് എൻ്റെ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു. അവരെന്നെ പ്രാദേശിക ഭാഷയായ മൗറി അഭ്യസിപ്പിക്കുകയും മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ പാചകത്തിനും കൃഷിക്കും വേണ്ടുന്നതായ അഭ്യസനം തരികയും ചെയ്തു. ഞങ്ങളുടെ മാതൃഭാഷയായ മൗറിയെ ഞങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുകയും അത് ഭവനങ്ങളിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രോത്സാഹനം ചെയ്യുകയും ചെയ്തു. ഇതിന് എൻ്റെ വലിയമ്മയായ മൊറാനു വളരെ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. എൻ്റെ വിദ്യാഭ്യാസം ഒറോറ പ്രൈമറി സ്കൂളിലായിരുന്നു. അവിടെ അധ്യയനത്തിലെ ആദ്യത്തെ 3 വർഷം മൗറിയായിരുന്നു പഠനഭാഷ. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇംഗ്ലീഷിന് വളരെയധികം പ്രാധാന്യം ലഭിക്കുന്നതായി എനിക്ക് തോന്നി. ക്ലാസ് മുറികളിൽ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുക, കളിസ്ഥലങ്ങളിൽ ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് അധ്യാപകർ നിർദ്ദേശിച്ചു. എന്നാൽ ഞങ്ങളുടെ മാതൃഭാഷയായ മൗറി സംസാരിക്കരുതെന്ന് പ്രത്യേക നിർദ്ദേശവും നൽകി. മൗറിയിൽ വളരെയധികം പ്രാഗൽഭ്യമുള്ള എനിക്ക് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. ആ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് വാണിജ്യ ഭാഷയായും വളരെ മേന്മയുള്ള ഭാഷയായും ഞങ്ങളുടെ നാട്ടിലുള്ളവരും അധ്യാപകരും എല്ലാം കരുതി. എനിക്ക് ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചത് കുറെ കൂടി മുന്നോട്ട് പോയപ്പോൾ ഇംഗ്ലീഷ് വളരെയധികം പ്രാധാന്യം നേടിക്കൊണ്ട് വന്നു. ഇത് എൻ്റെ ഭാഷയുടെയും എൻ്റെ സംസ്കാരത്തിൻ്റെയും ഒരു തകർച്ചയായിട്ട് എനിക്ക് തോന്നി. ഇത് എന്നെ ക്ലാസ് മുറികളിൽ നിന്നും പിൻവലിയാനായി പ്രേരിപ്പിച്ചു. ഒരു ദിവസം എനിക്കുണ്ടായ അനുഭവം എന്നെ വളരെ വേദനപ്പെടുത്തി. ഞാൻ മൗറി ഭാഷ ക്ലാസ്സിൽ സംസാരിച്ചതിന് ഇവൾ മൗറി സംസാരിക്കുന്നവൾ എന്നുള്ളൊരു കാർഡ്ബോർഡ് കെട്ടി എൻ്റെ കഴുത്തിൽ തൂക്കി എന്നെ വെയിലത്ത് പുറത്തു നിർത്തി. പിക്കിക എന്ന് പറയുന്ന ചൊറിയുന്ന ഒരു പാഴ്ചെടി പറിപ്പാൻ എന്നെ ശിക്ഷിച്ചു. ഇത്തരത്തിൽ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും മറ്റുള്ളവരുടെ ഇടയിലും ഞാൻ അപമാനിതയായി. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാനും പഠിക്കാനും ഞാൻ നിർബന്ധിതയായി. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ദൈവം ലോകത്തിൽ വളരെയധികം ഭാഷകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ഭാഷകളെല്ലാം സംരക്ഷിക്കപ്പെടണം. സ്കൂൾ പാഠ്യപദ്ധതിയിൽ മൗറി ഉൾപ്പെടുത്തണം. പഠനത്തിന് വേണ്ടിയിട്ടും സംസാരിക്കുന്നതിനും മൗറി അധ്യാപകർ നിർദ്ദേശിക്കണം. വീടുകളിൽ മാതാപിതാക്കൾ മൗറി സംസാരിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. എൻ്റെ ബാല്യകാലത്തിൽ എനിക്ക് വളരെയധികം അപമാനങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിലും ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മെ തള്ളി പറയുമ്പോഴും അനാദരവോടെ മറ്റുള്ളവർ നമ്മോട് പെരുമാറുമ്പോഴും ദൈവം നമ്മോടൊപ്പമുണ്ട്. കടലിന്റെ ആഴത്തിൽ ഇരുട്ടിലും ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നു. കിയ ഒറാനായി കിയ മനോയ. എൻ്റെ കഥ കേട്ടതിന് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.